തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി സയൻസ് പാർക്ക് ആൻഡ് പ്ലാനറ്റോറിയം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുറന്നു നൽകുമെന്ന് വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. നിലവിൽ വകയിരുത്തിയ ഫണ്ടിൽ ശേഷിക്കുന്ന 1 കോടിയിലധികം വരുന്ന തുക കൊണ്ട് സുരക്ഷാ മതിൽ, ഗാലറി എന്നിവ സ്ഥാപിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. കൂടാതെ വൈദ്യുതി കണക്ഷനും ഉടൻ ലഭിക്കും. ജലനിധി മാർഗം വെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തീകരിച്ച് ഈ സർക്കാരിൻ്റെ ഭരണകാലയളവിൽ തന്നെ തുറന്നു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കീരനെല്ലൂർ ന്യൂക്കട്ട് പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ പരിശോധിക്കുന്നതിനും സയൻസ് പാർക്കിൻ്റെ നിർമ്മാണം വിലയിരുത്തുന്നതിനുമായാണ് മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. പുതിയ പാലം നിർമ്മിക്കാൻ 20.9 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡ് സയൻസ് പാർക്കിൻ്റെ ഭാഗത്തേക്കാണ് എത്തുക. ഇതിനായി പാർക്കിൻ്റെ 15 സ്ഥലം വിട്ടു നൽകേണ്ടതായുണ്ട്. ഇതിന് NOC ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. നേരത്തെ സ്ഥലം MLAയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മന്ത്രിയെ കണ്ട് 3ലേറെ തവണ യോഗം ചേർന്നിരുന്നു. NOC ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സ്ഥലം സന്ദർശിച്ച് തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. പ്ലാനറ്റോറിയം ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 7 കോടിയോളം രൂപ ചെലവ് വരും. ഇതിനായി 11 കോടി ബജറ്റിൽ വകയിരുത്തുന്നതിനായി നൽകിയിട്ടുണ്ട്. നിലവിൽ പാർക്ക് അനാഥമായി കിടക്കുന്നതിനാൽ സുരക്ഷയ്ക്ക് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുവാൻ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ചേർന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധി യോഗത്തിൽ തീരുമാനമായി. കൂടാതെ പ്രവർത്തനങ്ങൾ ഉടനടി പൂർത്തീകരിച്ച് ഈ സർക്കാരിൻ്റെ ഭരണകാലയളവിൽ തന്നെ തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ തുറന്നു കൊടുക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന് ഇപ്പോൾ തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങൾ മറികടക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിനാണ് ഇവിടെ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ സമീപനം സ്വീകരിച്ചത്. ഇപ്പോൾ ഇതിനകം ഹാബിറ്റാറ്റിന് 42,61,140 രൂപയ്ക്ക് കരാർ നൽകി ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അപ്രോച്ച് റോഡിന്റെ അഭാവത്തിൽ NOC ലഭ്യമായിട്ടില്ല. അപ്രോച്ച് റോഡ് എങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് 3-4 പ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് ബഹുമാന്യനായ MLAയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആലോചനകൾ നടത്തുകയുണ്ടായി. ഈ ന്യൂക്കട്ട് ബ്രിഡ്ജ് പുതുതായിട്ട് വരുന്ന പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് അവരുടെ അലൈൻമെന്റിന്റെ ഭാഗമായി കുറച്ച് ഭൂമി നമ്മുടെ ഈ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൻ്റെ എടുത്തു പോകും എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബദലായിട്ട് റവന്യൂ വകുപ്പിൽ നിന്ന് അറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ഈ നിയമസഭാ സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ യോഗം വച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ സംസാരിക്കുന്നതിന് സഹായകരമായ വിധത്തിൽ ഈ കേന്ദ്രം നേരിട്ട് സന്ദർശിച്ച് എന്താണ് ഒരു ബദൽ പരിഹാരം എന്നുള്ളത് കൃത്യമായ നിലയിൽ അവതരിപ്പിക്കാൻ സഹായകരമായ നിലയിലാണ് ഈ സന്ദർശനം ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ച ഘട്ടത്തിലാണുള്ളത്. ഇനി നമുക്ക് പ്ലാനറ്റോറിയത്തിന്റെ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യാനുണ്ട്. വൈദ്യുതി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലേക്കുള്ള വാട്ടർ കണക്ഷൻ ജലനിധി ലഭിച്ചിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ എടുക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതും NOCയുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നുണ്ടാവും. അതുപോലെ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നതിന് എക്സ്കോർട്ട് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പ്ലാനറ്റോറിയത്തിന്റെ ഫിനിഷിംഗ് വർക്കുകൾ പൂർത്തീകരിക്കുകയും NOC ലഭ്യമാക്കുകയും ഈ അപ്രോച്ച് റോഡിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും
ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമായിട്ട് പ്ലാനറ്റോറിയവും ശാസ്ത്ര കേന്ദ്രവും തുറന്നു കൊടുക്കാൻ സാധിക്കും. നഗരത്തിൽ നിന്ന് കുറച്ച് വിദൂരമായ സ്ഥലമാണ് ഇത് എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. പക്ഷെ നല്ല പ്രചരണം കൊടുത്താൽ തീർച്ചയായും വളരെയധികം സന്ദർശകർ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഈ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തന പുരോഗതിയിൽ നിങ്ങൾ ഓരോരുത്തരും സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കി ഒപ്പം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് സുസജ്ജമാക്കി നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും യുവജനങ്ങൾക്കും ഒക്കെ ആയിട്ട് തുറന്നു കൊടുക്കാൻ സാധിക്കണം. യോഗത്തിൽ മണ്ഡലം MLA KP മജീദ് സ്വാഗതം പറഞ്ഞു. സയൻസ് പാർക്കിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതോടൊപ്പം ന്യൂക്കട്ട് പാലവും അതോടനുബന്ധിച്ച് അപ്രോച്ച് റോഡ് നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വേഗത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട പദ്ധതിയുടെ പ്രത്യേകമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിസിറ്റ് തീരുമാനിച്ചത്. ഇവിടെ ഹാബിറ്റാറ്റ് കുറച്ച് ബാക്കി വർക്ക് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് സുരക്ഷാക്കിട്ടുള്ള കോമ്പൗണ്ട് പോലെ അതുപോലെ തന്നെ കൃഷിയുടെ കാര്യങ്ങളും പോകണം. അപ്പോൾ അതൊക്കെ ഓരോ ഘട്ടത്തിൽ തീരുമാനമാണെങ്കിലും അതിപ്പോൾ വേഗത്തിൽ തീരുമാനം മുന്നോട്ട് പോയത് നമുക്ക് സമയം പൂർത്തീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പുതിയ പാലം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിലേക്ക് അപ്പോൾ പിന്നെ അത് സംബന്ധിച്ച് ഇന്നത്തെ യോജന തീരുമാനിക്കും. നമ്മുടെ പാർട്ടിസിപ്പാനുള്ള നമുക്ക് കാര്യത്തിലേക്ക് വയ്ക്കാവുന്ന തീരുമാനമാണ്. അതിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഡിസ്കഷനാണ്. അത് സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ നോക്കി കാണാൻ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് മുൻ മന്ത്രി PK അബ്ദുറബ്ബ്, പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ, വൈസ് ചെയർപേഴ്സൺ ഷഹർബാൻ, പുരാവസ്തു ഡയറക്ടർ സോജു, അസിസ്റ്റന്റ് ഡയറക്ടർ സുന്ദർലാൽ, കൗൺസിലർമാരായ അബ്ദുൽ അസീസ്, നിസാർ അഹമ്മദ്, തുടിശ്ശേരി കാർത്തികേയൻ, തിരൂരങ്ങാടി നഗരസഭയിലെ PK അബ്ദുൽ അസീസ്, KT ബാബുരാജ്, CPM നേതാവ് തയ്യിൽ അലവി, CT നാസർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.